നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ റെഗുലറായിട്ട് ഇപ്പോൾ റീഡിങ്സ് ഇടുന്നില്ല. എനിവേ ഇന്നിപ്പോൾ റിലേഷൻഷിപ്പ് റീഡിങ് ഇടുന്നുണ്ട്. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് നെക്സ്റ്റ് ഒരു 48 മണിക്കൂറിൻ്റെ എനർജി ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്ത 48 മണിക്കൂർ ഓക്കെ നമുക്ക് എന്താണ് എനർജി കാണിക്കുന്നത് നോക്കാം. യൂണിവേഴ്സിൻ്റെ എന്താ പറയുന്നത് നോക്കാം. പേഴ്സൻ്റെ കുറച്ച് മെസ്സേജസ് എടുക്കും ഞാൻ. ആൻഡ് നോർമൽ നമുക്ക് ടാരോ വെച്ച് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സും ഈ അടുത്ത 48 മണിക്കൂറിൽ എന്താണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുക എന്ന് നോക്കാം. പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആക്ഷനോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്താണ് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, എന്ത് വരുന്നോ അത്. ഓക്കെ, ലെറ്റ്സ് സീ യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് അടുത്ത 48 മണിക്കൂറിന് യൂണിവേഴ്സ് എന്താ പറയുന്നത്. ഓക്കെ, നീട്ടുന്നില്ല. ഓക്കെ, 4 of Cups. 7 of Swords. Okay, the Lover's card. 4 of Wands. Eight of Cups and 5 Swords. 2 of Cups at the bottom. Wow, beautiful. ഓക്കെ, ഇവിടെ ഫീലിങ്സ് പറയുമ്പോൾ 4 of Cups ആക്ച്വലി ലേശം നമ്മൾ ഒരു വ്യക്തി നിങ്ങളിൽ ഒരാൾ ഓക്കെ അങ്ങോട്ട് ഓഫർ മേ ബി നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കും. നിങ്ങൾ അങ്ങോട്ട് പേഴ്സണിന് ഓഫർ കൊടുക്കുന്നുണ്ടാവും. അവർക്കിപ്പോൾ ഒന്നിലൊരു താല്പര്യം ഇല്ലാതെ ഇരിക്കുന്ന പോലെയാണ് ലേശം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഇപ്പോൾ അവർക്ക് തൽക്കാലം അവർ റിലേഷൻഷിപ്സോ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് കാണുന്നില്ല. അതിന് റീസൺ ഉണ്ടാവാം, ഞാൻ പറയാം. ഓക്കെ, ഇവിടെ ഇത് 7 of Swords ആയിരുന്നു. യെസ്, അവരെല്ലാത്തിൽ നിന്നും തൽക്കാലം ഒന്ന് മാറി നിൽക്കുകയാണ്. അവർക്ക് ഫീലിങ്സ് ഇല്ല എന്നിട്ടല്ല. ഓക്കെ, ബട്ട് അവരെ മനസ്സിൽ അവരെല്ലാം അടക്കി വെക്കുകയാണ്. എല്ലാം അവരുടെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് എക്സ്പ്രഷൻ അധികം ഇല്ല, നിങ്ങളോട് തുറന്ന് പറയുന്നില്ല. കാരണം ഇവിടെ ഡീപ്പ് ലവേഴ്സ് കാർഡാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളോടുള്ള സ്നേഹം അവരുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. ലവേഴ്സും ഉണ്ട്, 2 of Cups ഉണ്ട്. സോ ഡെഫിനറ്റ്ലി യെസ്, അവർക്ക് ഉള്ളിൽ ഡീപ്പ് സ്നേഹം തന്നെയാണ്, യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ അവരിപ്പോൾ തൽക്കാലം നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മെസ്സേജൊക്കെ ചെയ്താലും ഒന്ന് കുറച്ച് കെയറൊക്കെ നിങ്ങൾ കാണിച്ചാലും അവർക്ക് അതിലൊരു റെസ്പോൺസ് അവർ തരുന്നുണ്ടാവില്ല. ഓക്കെ, അവരിപ്പോൾ അല്പം മാറി നിൽക്കുന്ന പോലെയാണ് കാണുന്നത്. അവർ ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അതിനെ അവർ മറച്ചു വെക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇവിടെ ആക്ച്വലി 4 of Wands, 8 of Cups and 5 of Swords. ഒരു കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. കോൺഫ്ലിക്റ്റ് പക്ഷെ നിങ്ങളുമായിട്ടല്ല. എനിക്ക് അവരുടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ്, അവരുടെ മനസ്സിൻ്റെ കോൺഫ്ലിക്റ്റ് ആണ് എനിക്ക് കാണുന്നത്. അവരുടെ മനസ്സിൽ ലൈക്ക് ആകെ ഒരു കൺഫ്യൂഷൻ കിടക്കുന്ന പോലെ ചില കാര്യങ്ങൾ അവർ മേ ബി 4 of Wands കാർഡ് ഉണ്ട്. സോ അവർ സ്റ്റക്കായിട്ട് കാണുന്നുണ്ട് എനിക്ക്. വാവ്, കിങ് ഓഫ് കപ്സ് അടക്കമുണ്ട് ഇവിടെ. ഓക്കെ, ഇനി യാത്രയ്ക്ക് പോകുന്നില്ല ഞാൻ. നിങ്ങളോടുള്ള കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അവർ ഫീൽ ചെയ്യുന്നത്, യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, ബട്ട് അവർക്ക് ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടക്കുന്നത് 8 of Cups പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും വിട്ടുപോകുന്ന തരത്തിലാണ്. ഓക്കെ, എന്തെങ്കിലും ഉപേക്ഷിച്ച് പോവുക, എന്തെങ്കിലും നമ്മൾ മാറിപ്പോവുക എന്ന രീതിക്കാണ് നമ്മൾ പറയാം. അപ്പോൾ അതിവിടെ ഒരു മാരേജ് കാർഡ് എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. സോ മാരീഡ് ആണെങ്കിൽ അവർ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ചിലപ്പോൾ അവർ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് നടക്കുന്നുണ്ടാവും. 5 of Swords കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. സോ ആ ഒരു കോൺഫ്ലിക്റ്റ് ചിലപ്പോൾ അവരുടെ ഫാമിലിയിലായിരിക്കാം, അവർ ലൈക്ക് ഹസ്ബൻഡോ വൈഫോ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സോ പല കാര്യങ്ങളോ ആയിരിക്കും. അതിൽ അവർ മടുത്തിട്ട് വിട്ടു പോകണം എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. സോ അതാണ് ഈ മടുപ്പിൻ്റെ കാര്യം ഇവിടെ വന്നു വീണ്ടും. ഓക്കെ, അവർക്ക് ഇപ്പോൾ വേറെ ഒന്നിലും താല്പര്യം തോന്നുന്നില്ല. ബിക്കോസ് അവർ ഇന്റേണലി ഇപ്പോൾ ആകെ ഒരു കോൺഫ്ലിക്റ്റിലാണ് ഇരിക്കുന്നത്. അവരുടെ മൈൻഡ് ഒരുപാട് കോൺഫ്ലിക്റ്റഡ് ആണ്. അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിപ്പോൾ അവരെ ഫാമിലി റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്റ്റെബിലിറ്റി 4 of Wands നമ്മൾ അവരുടെ സ്റ്റെബിലിറ്റി പറയാം. അതായത് അവരുടെ ലൈഫിൽ പല ഇഷ്യൂസും നടക്കുന്നുണ്ടാവാം. ഓക്കെ, ബട്ട് അതെല്ലാം കൂടി അവർക്ക് ഇപ്പോൾ എല്ലാം ഒന്ന് വിട്ടിലേക്ക് പോകണം എന്ന രീതിക്കുള്ള ചിന്തയാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈവൻ നിങ്ങൾ എന്തെങ്കിലും അവർക്ക് ഓഫർ ചെയ്താലും അവരതിനൊരു റെസ്പോൺസ് തരുന്നില്ല. ബിക്കോസ് അവർക്ക് അതിനൊന്നും ഇപ്പോൾ ഒരു മൂഡില്ല എന്ന് പറയാം. ഓക്കെ, സിമ്പിളായിട്ട് പറയുമ്പോൾ അവർക്ക് അതിനൊന്നും ഒരു മൂഡില്ല. അവർക്ക് അതൊന്നും ഇപ്പോൾ വേണമെന്നില്ല. അവർക്ക് മേ ബി തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന പോലെയാണ്. എല്ലാം വിട്ടുമാറി ഒന്ന് പോയിരിക്കാം, എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കണം എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവർക്ക് നിങ്ങളോടുള്ള പുള്ള് വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, അവർക്ക് അങ്ങനെ നിങ്ങളെ വിട്ടു പോകാൻ സാധിക്കുമൊന്നുമില്ല.
ഇപ്പോൾ കാണുന്നത് അവർ അഗെയിൻ ഇവിടെ 10 ഓഫ് സോഡ്സും ഉണ്ട്, 5 ഓഫ് സോഡ്സും ഉണ്ട്. സോ തീർച്ചയായിട്ടും അവരെ ലൈഫിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അവരെ വേദനിപ്പിക്കുന്ന ചില ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതെന്ത് കാര്യമാവാം, നിങ്ങളെ റിലേറ്റഡ് അല്ല ഇത്. ഓക്കെ, ഇത് നിങ്ങളോടുള്ള കാരണം അവർ നിങ്ങളോടുള്ള ഫീലിങ്സിൽ 2 ഓഫ് കപ്സും ലവേഴ്സുമാണ് വന്നിരിക്കുന്നത്. സോ വളരെയധികം സ്നേഹം നിങ്ങളോടുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ തന്നെയാണ് അവർ അവരെ പാർട്ട്ണറായിട്ട് കാണുന്നത്, അവരെ ഒരു സോൾമേറ്റ് ആയിട്ട് കാണുന്നത്. എന്തെങ്കിലും ഒരു സമാധാനം തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്താണ്, അതിലൊന്നും ഡൗട്ടില്ല. ബട്ട് അവർ ഇന്റേർണലി അവരെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അവരെ വേദനിപ്പിക്കുന്ന പലതും നടക്കുന്നുണ്ട്. ഓക്കെ, അത് എന്ത് സിറ്റുവേഷൻ ആയാലും ശരി, ഒന്നും മാരേജിൻ്റെ ആണ് കിട്ടിയത്, മാരേജ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി, പണത്തിൻ്റെ ആയിരിക്കാം, ജോലിയുടെ ആയിരിക്കാം, എന്തെങ്കിലും കാര്യത്തിൻ്റെ സ്ട്രെസ് അവർക്കുണ്ട് എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ 10 ഓഫ് സോഡ്സും 5 ഓഫ് സോഡ്സും രണ്ടും പറയുന്ന കോൺഫ്ലിക്റ്റ് കാരണം അവർ വല്ലാതെ ഹേർട്ട് ആവുന്നുണ്ട് എന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അവരെ ബാക്ക് സ്റ്റാബ് ചെയ്ത പോലെ, അവരെ ചതിച്ചു നിങ്ങളല്ല കേട്ടോ, നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഒരു ഞാൻ ചീറ്റ് ചെയ്യപ്പെട്ടു, ലൈഫ് ചീറ്റ് ചെയ്തു അവരെ എന്ന് തോന്നുന്നുണ്ടാവും. ഓക്കെ, അതായത് ലൈഫിൽ എനിക്കൊരു സമാധാനമില്ല, എനിക്കൊരു സന്തോഷമില്ല, എനിക്കൊന്നും നല്ലത് വരുന്നില്ല എന്ന രീതിക്കൊക്കെ അവർ ലൈഫിനെ അടക്കം ബ്ലെയിം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഫീലിങ്ങിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 8 ഓഫ് സോഡ്സ് ഉണ്ട്, അവർ പെട്ട് നിൽക്കുന്നുണ്ട് ചില കാര്യങ്ങളിൽ, അവർ സ്റ്റക്കാണ്. അത് ഞാൻ പറഞ്ഞ പോലെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം, അവരുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം, അവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവാം, അതിൽ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർ ഹേർട്ടായിട്ട് കാണുന്നുണ്ട് ഇവിടെ. മെൻ്റൽ ബ്ലോക്കേജ് എന്ന് പറയാം. ഓക്കെ, മെൻ്റലി മാത്രമല്ല എല്ലാം കൊണ്ടും, ഐ തിങ്ക് ഫിസിക്കലി മെൻ്റലി ഒക്കെ അവർ ബ്ലോക്ക്ഡ് ആണ് ഇപ്പോൾ. ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ അവരെല്ലാം എന്തെങ്കിലും പെട്ട് നിൽക്കുന്ന ഒരു തരത്തിലാണ്. അതിൽ നിന്നൊക്കെ അവർക്കൊന്ന് പുറത്ത് വരണം എന്ന് ആഗ്രഹമുണ്ട്, ഈ കോൺഫ്ലിക്റ്റിൽ നിന്നൊന്ന് പുറത്ത് വരണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുമായിട്ടല്ല കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇന്നത്തെ. ഓക്കെ, നിങ്ങളോടുള്ള കണക്ഷൻ, സ്നേഹം, ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ ഉണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്, അതിൽ യാതൊരു ഇളക്കവും തട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവരുടെ റിയാക്ഷൻ, അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻ എന്ന രീതിക്ക് നോക്കുമ്പോൾ ഇപ്പോൾ അവർ നിങ്ങളുടെ അടുത്തൊന്നും, ആക്ച്വലി ഇവിടെ കിങ് ഓഫ് കപ്സ് എനർജിയാണ്. കിങ് ഓഫ് കപ്സ് പറഞ്ഞാൽ തന്നെ നമ്മൾ വളരെയധികം സ്നേഹമുള്ള വ്യക്തിയാണ്. ഓക്കെ, ഇവിടെ ഈ മൂന്നും കൂടി നോക്കുമ്പോൾ യെസ്, അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷെ എന്താ ചെയ്യുന്നത്, അവരെല്ലാം മനസ്സിൽ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ബിക്കോസ് ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഒന്നും തുറന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് തുറന്ന് പറഞ്ഞാൽ തന്നെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അവർ സ്റ്റക്കാണ് പല കാര്യങ്ങളിലും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒന്നും തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന രീതിക്കാണ്. കിങ് ഓഫ് കപ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫീലിങ്സ് ഒരുപാട് ഉണ്ടാവും, പക്ഷെ ഓപ്പണായിട്ട് പറയില്ല എന്നുള്ള തരത്തിലാണ്. ഓക്കെ, ബട്ട് ഫീലിങ്സ് യെസ് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് സ്നേഹം എന്ന രീതി കാണുന്നുണ്ട്. ബട്ട് ഇത് അവരെ സിറ്റുവേഷൻ ആയിട്ട് എടുക്കുക, ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് പറയാം. അവരെന്തൊക്കെയോ കാര്യത്തിൽ സ്റ്റക്കായിട്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ സത്യം പറഞ്ഞാൽ ഒരു എല്ലാത്തിൽ നിന്നും മാറി നിന്നിട്ടും അല്ലെങ്കിൽ നിങ്ങളോടായാലും പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അത് നിങ്ങളോടുള്ള പ്രശ്നം കൊണ്ടല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ അവരെ സമാധാനിപ്പിക്കാനും ഒന്നും പോകണ്ട. നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് ചെയ്യുമ്പോൾ അവർ റിപ്ലൈ ഇല്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് അവർക്ക് സമാധാനം കൊടുക്കുക. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചോദിച്ച് വെറുതെ കുറ്റപ്പെടുത്തി കംപ്ലയിൻറ്റ് ചെയ്ത് സംസാരിക്കാതിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം അതാണ്. ഓക്കെ, ജസ്റ്റ് നെക്സ്റ്റ് ഈ 48 മണിക്കൂറിൽ നിങ്ങളുടെ പേഴ്സണിൽ ഒരു ആക്ഷൻ എന്തെങ്കിലും ഉണ്ടാവുമോ നോക്കാൻ. നമുക്ക് ആക്ഷനായിട്ട് 4 ഓഫ് പെന്റിക്കിൾസ് ആണ്, നോ ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, 10 of wands ഇല്ല. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ആക്ഷൻ ഒന്നും ഉണ്ടാവില്ല തൽക്കാലം. അവർ കുറച്ചൊരു മാറി നിൽക്കൽ തന്നെയാണ് എനിക്ക് കാണുന്നത്. ഒരു ഹോൾഡ് ബാക്ക് കാണുന്നുണ്ട്, അവർ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. ഓക്കെ, നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ തന്നെ ചിലപ്പോൾ അവർ അധികം റെസ്പോണ്ട് ചെയ്തൊന്നും വരില്ല, കാരണം ഇവിടെ ഡെവിൾ എനർജി ഉണ്ട്. ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് കപ്സ് എനർജി. യെസ്, നിങ്ങൾ അങ്ങോട്ട് കൊടുത്താലും തൽക്കാലം കാര്യമില്ല. ഓക്കെ, നിങ്ങളിപ്പോൾ അങ്ങോട്ട് മെസ്സേജ് ചെയ്യാനോ ഒന്നും ചെയ്യാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങൾ തൽക്കാലം സമാധാനമായിട്ടിരിക്കുക. നിങ്ങളുടെ ഒരു എനർജിയിൽ, ആക്ച്വലി ഇവിടെ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് നിങ്ങൾക്ക് എടുത്തോളൂ, എന്നിട്ട് നിങ്ങൾ ആ ഒരു എനർജിയിൽ നിൽക്കാം. ഓക്കെ, വളരെ സ്റ്റേബിളായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാം. നിങ്ങളുടെ പേഴ്സൺ ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർ അത്ര വേഗം അപ്രോച്ച് എനിക്ക് അടുത്ത 48 മണിക്കൂറിൽ കാണുന്നില്ല, കാരണം 10 of wands ഉണ്ട് ഇവിടെ. ചിലപ്പോൾ അവരുടെ ഫാമിലി ബേർഡനും ആയിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ബേർഡൻസ് ഉണ്ട് അവരുടെ മേലെ ഒരുപാട്. ഓക്കെ, അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എന്തൊക്കെയോ ചെയ്യാനുണ്ട് അവർക്ക്. സോ അതിലൊക്കെ അവരിപ്പോൾ പെട്ട് നിൽക്കുകയാണ്. അവർക്ക് അതിൽ നിന്ന് തൽക്കാലം ഇപ്പോൾ അവരുടെ മൈൻഡ് ഈ ഫീലിങ്സ് ഉണ്ട് അകത്ത്, ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളെയാണ് കൊണ്ട് നടക്കുന്നത്. ഓക്കെ, പക്ഷെ അതിപ്പോൾ എക്സ്പ്രസ് ചെയ്യാനോ പറയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനോ പറ്റിയ ഒരവസ്ഥയിലല്ല ഇപ്പോൾ അവർ. എന്തെങ്കിലും അവരുടെ ലൈഫിൻ്റെ കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ മനസ്സിൻ്റെ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. ഓക്കെ, മേ ബി കുറച്ച് പേർക്ക് ലൈക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് വേറെ ഒന്നുമില്ല, പ്രോബ്ലംസ് ഇല്ല എന്ന് വിചാരിക്കും. ഓക്കെ, മാരേജോ കാര്യങ്ങളോ ഫാമിലിയോ കരിയറോ ഒന്നും പ്രോബ്ലം ഇല്ല എന്ന് വിചാരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ടെൻഷനായിരിക്കാം. ഓക്കെ, അതും ആയിരിക്കാം. ഓക്കെ, എങ്ങനെ വീട്ടിൽ പറയും അല്ലെങ്കിൽ എങ്ങനെ ഫാമിലി സമ്മതിക്കുമോ അങ്ങനെയൊക്കെയുള്ള ടെൻഷനും ആവാം. ഓക്കെ, സോ തൽക്കാലം നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ കോൺഫ്ലിക്റ്റിലാണ്, അവരുടെ മൈൻഡ് വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ തൽക്കാലം അവരെ പിന്നാലെ ഒന്ന് പോവാതിരിക്കുക. ഡെവിൾ എനർജി ഉണ്ട്, സോ നിങ്ങൾ പോയാൽ തന്നെ ചിലപ്പോൾ സൂക്ഷിക്കുക.
അവർ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല, അത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ റീഡിംഗ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടുന്നുണ്ട് അല്ലേ, എന്നിട്ട് അവർ ഇന്ന തരത്തിലായിരിക്കും ഫീൽ ചെയ്യുന്നതെന്ന്. സോ അതിനനുസരിച്ച് നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കൂ. ഓക്കെ, ഒരല്പം ഒന്ന് നിങ്ങൾ ശാന്തമായിട്ട് നിൽക്കുക. അവരെന്തെങ്കിലും പറയാനുള്ളൊരു അവർ പൊട്ടിത്തെറിക്കാനുള്ള ഇടം നിങ്ങൾ കൊടുക്കണ്ട. ഒരല്പം സൈലൻ്റ് ആയിട്ട് നിങ്ങൾ നിൽക്കാം. ഓക്കെ, പേഴ്സണൽ മെസ്സേജസ് കൂടി നോക്കിയേക്കാം. ഇതേ വീണ്ടും 10 of Swords വന്നിട്ടുണ്ട്. നേരത്തെ വന്ന അതേ കാർഡല്ലേ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? 10 of Wands ഉണ്ടായിരുന്നു, ഐ തിങ്ക് ഉണ്ടായിരുന്നു അല്ലേ? 10 of Swordsഉം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. സോറി, യെസ്, ഓർമ്മയില്ല, പോട്ടെ. എനിവേ മറന്നേ. ഓക്കെ, 10 of Swords വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു ഓർമ്മയുണ്ട്. എനിവേ, Page of Swords, എല്ലാം സോർഡ്സ് എനർജിയാണ് കണ്ടോ, വല്ലാതെ കോൺഫ്ലിക്റ്റഡ് ആണ്. എംപറർ, വെരി ഓക്കെ. 6 അഗൈൻ സോർഡ്സ് എനർജി. ഓക്കെ, 6 of Cups വന്നിട്ടുണ്ട്. വെരി ഗുഡ്. കൺഫർമേഷൻ. ഡെവിൾ, 10 of Cups, Page of Cups. ഓക്കെ, മാറ്റം വരുന്നുണ്ട്. ഓക്കെ, ജഡ്ജ്മെന്റ് ടൈം. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഗോ ത്രൂ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവരുടെ ലൈഫിൽ കോൺഫ്ലിക്റ്റോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈവൻ എന്ത് തന്നെ സ്ട്രഗ്ലിംഗ് ആയാലും ശരി, അവരുടെ ലൈഫിൽ എന്ത് സ്ട്രഗിൾസ് അവർ ഗോ ത്രൂ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊരു നിങ്ങൾ തമ്മിലൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് യൂണിവേഴ്സ് അവർക്ക് കൊടുക്കുന്ന ചില ലെസൺസ് ആണെന്ന് എടുത്തോളൂ. ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് യൂണിവേഴ്സ് ഇവിടെ. ഓക്കെ, അപ്പോൾ പേഴ്സൺ ലൈക്ക് മനസ്സിലാക്കുന്നിട്ട് അവരെ ലൈഫിൽ അവരെന്താണ് ഇത്രയും കാലം ചെയ്തത്, എന്താണ് ചെയ്യേണ്ടത്, ആൻഡ് നിങ്ങളോടുള്ള അവർ ഇത്രയും കാലം പ്രോപ്പറായിട്ട് അവർ ബിഹേവ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരണം അത് അവർ തന്നിട്ടുണ്ടോ എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കും, മനസ്സിലാക്കും. ഓക്കെ, സോ അതിൻ്റെ ഒരു പീരീഡാണ് ഇവിടെ, സമയം അതാണ്. അവരെന്തെങ്കിലും ലൈഫിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ 10 of Swords ആണ് അല്ലെ, ഐ ഫീൽ കംപ്ലീറ്റ്ലി ഡിഫീറ്റഡ്. ഇത് ബാക്കി കണക്കാക്കണ്ട, നിങ്ങൾ തമ്മിൽ എൻഡിങ് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻഡിങ് ആയിട്ടല്ല എനിക്ക് ഫീൽ ചെയ്ത് പേഴ്സൺ മാറി നിൽക്കുന്നുണ്ടെന്ന് മാത്രമേ തോന്നിയുള്ളൂ. സോ ബട്ട് അവരുടെ ലൈഫിൽ എന്തൊക്കെയോ എൻഡ് ചെയ്യുന്നുണ്ട്, അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ മാറ്റങ്ങൾ വരുന്നുണ്ട്. അവരെ എന്തെങ്കിലും പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളായിരിക്കും വരുന്നത്. അത് അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അവർ ടയേർഡായിട്ടുണ്ട്, അവരെല്ലാം ഫേസ് ചെയ്ത് ടയേർഡായിട്ടുണ്ട്, അവർക്ക് മടുത്തിട്ടുണ്ട്, അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവാം. സോ അതിൻ്റെയൊക്കെയാണ് എന്ന് വെച്ച് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ ഓടൊന്നും വേണ്ട. ഓക്കെ, അങ്ങനെ ചെയ്യരുത്. ജസ്റ്റ് വാച്ച് ചെയ്യുക, നിങ്ങൾ സൈലൻ്റ് ആയിട്ട് നിങ്ങൾ പേഷ്യൻസോടെ നിൽക്കാം. ഞാൻ Page of Swords, ഐ എം സ്പൈങ് ഓൺ യു ടു ഗെറ്റ് മോർ ഇൻഫർമേഷൻ അബൌട്ട് യു ബിഫോർ ഐ അപ്രോച്ച് യു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവർ എന്നോട് സംസാരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല എന്നൊക്കെ, ബട്ട് അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സപ്പോസ് അവരിപ്പോൾ നിങ്ങളോട് അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ബട്ട് അവർക്കൊരു മനസ്സിൽ പേടിയുണ്ട്, നിങ്ങളെങ്ങാനും വിട്ടുപോകോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് ഈ സിറ്റുവേഷനൊക്കെ എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ള ആ ഒരു ഡൗട്ടാണ്. ബട്ട് അവർ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എംപററും ഉണ്ട്. സോ അഗൈൻ ഇവിടെ എംപറർ എന്ന് പറയുമ്പോൾ ഞാൻ ഈ കാർഡ് ഞാൻ വായിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ആ എനർജി വെച്ചിട്ട് പറയുകയാണ്. ഓക്കെ, അവർ ഒരു കുറച്ച് ഈഗോ ഉണ്ട്. ഈഗോ അതായത് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം, അത് നിങ്ങളോട് വന്ന് തുറന്ന് പറയാനും അവർ ശ്രമിക്കുന്നില്ല. ഓക്കെ, അവർ ഈഗോ വെച്ച് നിൽക്കുകയാണ്. നിങ്ങൾ അവരെ എന്തെങ്കിലും ജഡ്ജ് ചെയ്താലോ എന്നുള്ള ഡൗട്ട്, പേടി ഉണ്ടാവാം. ഓക്കെ, എന്നിട്ട് അവർ മേ ബി ചിലപ്പോൾ എന്തെങ്കിലും സംഭവങ്ങൾ മുമ്പുണ്ട്, നിങ്ങൾ തന്നെ അവരെ വാൺ ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കാണും, അതവർ കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, ഇപ്പം അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും ദാറ്റ് ഓക്കെ അവർ തെറ്റ് ചെയ്തു പോയി എന്ന്. പക്ഷേ ഇപ്പം എന്താ, അത് സമ്മതിക്കാൻ പറ്റില്ല നിങ്ങളുടെ മുമ്പിൽ അല്ലേ. സോ ഈഗോ വെച്ച് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് ശരിക്കും ലോയലായിട്ടുള്ള സ്നേഹം തന്നെയാണ്, എല്ലാം ഉണ്ട് അവർക്ക്. അവർ നിങ്ങളുടെ ലൈഫ് സ്റ്റേബിളായിട്ട് പോകണം എന്നും ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ഈഗോ ആണ് ഇവിടെ ഇടയിൽ വരുന്നത്. അഗൈൻ ഇവിടെ 6 of Swords ഉണ്ട്. 6 of Swords നമുക്ക് നല്ലതാണ് ആക്ച്വലി, ലീവിങ് ബിഹൈൻഡ് ദ ഓൾഡ്. അതായത് അവർ ഈ ലൈഫിൽ അവർക്ക് നല്ലതല്ലാത്തത് എന്താണോ അതിനെ പിന്നിൽ ഉപേക്ഷിക്കാൻ അവർ തയ്യാറാവുന്നുണ്ട്. അവർക്ക് മുൻപിലേക്ക് എന്താ വേണ്ടത്, ശാന്തത വേണം, അവരുടെ ലൈഫിൽ ഒരു പീസ് വേണം എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുമായിട്ടും ആയാലും ശരി, അവരുടെ ലൈഫിലായാലും ശരി, അവർക്കൊരു എനിക്കൊരു സമാധാനം വേണം എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുമായിട്ടും ആക്ച്വലി ഒരു പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ 6 of Cups നിങ്ങളെ മിസ്സിങ് എനർജിയാണ്. 6 വന്നിട്ടുണ്ട് ഇവിടെ. സോ യെസ്, അവർ തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അവർക്ക് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ഇപ്പോൾ, അല്ലാതെ നിങ്ങളോടുള്ള പ്രശ്നമല്ല. ഓക്കെ, പക്ഷെ അവർക്ക് നിങ്ങളെ ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് ഒരു പ്രോബ്ലം ഇവിടെ. അപ്പം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഐ ഫീൽ ലൈക്ക് ഐ ഹവ് നോൺ യു ഫ്രം ബിഫോർ. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ആയിട്ട് കണക്ഷൻ ആയിരിക്കാം, അത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ലവേഴ്സ് കാർഡും നമ്മൾ 2 of Cups ഒക്കെ ഒന്നിച്ചാണ് വന്നത്. സോ യെസ്, അവർക്ക് ഡെഫിനറ്റ്ലി നിങ്ങളോട് സ്നേഹമാണ്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് ഏറ്റവും വലിയ ഇഷ്യൂ.
ഡെവിൾ എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പം നിങ്ങൾ ഐ ഫീൽ ലസ്റ്റ് ഫോർ യു, ഐ ഫീൽ പവർ ഓവർ യു, ഐ കൺട്രോൾ യു വിത്ത് മൈ പാഷൻ. അതൊക്കെ നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് കൂടുതലും ഫിസിക്കലി ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആയിരുന്നിരിക്കാൻ മുമ്പ്, ബട്ട് അതൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ജസ്റ്റ് എനിവേ പോട്ടെ. ഓക്കെ, സോറി, ഇവിടെ ആയിരുന്നു അല്ലേ. ഓക്കെ, ഡെവിൾ എനർജി. എന്തായാലും ഇപ്പം നിങ്ങൾ അവരോട് സംസാരിക്കാൻ പോകാതിരിക്കുക. കാരണം ഈ ഡെവിൾ എനർജി നിങ്ങളുടെ ഇടയിൽ യുനോ അവർക്ക് ദേഷ്യമോ എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പോസിറ്റീവ്നെസ് ഉണ്ട് നിങ്ങളോട്. ആക്ച്വലി നിങ്ങളെ വിട്ടുകളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, 10 of Cups ആണ് ഐ വോണ്ട് ടു മേക്ക് യു മൈൻഡ് ഫോർ എവർ, യു മീൻ ഫാമിലി ടു മീ. ശരിക്കും നിങ്ങളെ കാണുന്നത് ഫാമിലി ആയിട്ട് തന്നെയാണ്. ഓക്കെ, ഇവിടെ 10 of Swords കണ്ടില്ലേ? ഇവിടെ 10 of Swords അവർക്ക് ഏറ്റവും അധികം ഒരു വിഷമം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളെ കാണുന്നത് നോക്കൂ 10 of Cups ആയിട്ടാണ്. സോ നിങ്ങളോടുള്ള ആ ഫീലിംഗ്സ് ആണ് പറയുന്നത്. അത്രയും സ്നേഹം, ഫീലിംഗ്സ് ഫാമിലി ആയിട്ട് കാണുന്നു എന്നാണ്. ആൻഡ് ഇവിടെ Page of Cups ഉണ്ട്. ഐ വോണ്ട് ടു എൻജോയ് സം ക്യൂട്ട് റൊമാൻറ്റിക് ടൈം, സർപ്രൈസിങ് യു വിത്ത് എ ഗിഫ്റ്റ് ഓർ മെസ്സേജ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊന്ന് സമാധാനമാകുമ്പോൾ, ഓക്കെ, ഈ ഒരു പീസ്ഫുൾ ആയ ഒരു ഇതിലേക്ക് അവർ വരുമ്പോൾ, അവരുടെ ലൈഫിൻ്റെ കുറച്ച് കാര്യങ്ങൾ അവരൊന്ന് ഓക്കെ ആയിട്ട് വരുമ്പോൾ അവർ നിങ്ങൾക്ക് മെസ്സേജ് വരും തീർച്ചയായിട്ടും. ഓക്കെ, പക്ഷെ അവർക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ മടിയുണ്ട്. കാരണം ചില സമയത്ത് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന അതാണ്, കുറച്ച് ദിവസം മാറിയൊക്കെ നിൽക്കുമ്പോൾ പിന്നെ വീണ്ടും ഒരു അപ്രോച്ച് ചെയ്ത് വരാൻ ഒരു ചെറിയ മടി ഉണ്ടാവും അല്ലേ. പക്ഷെ എന്നാലും വരും. ഒരു ചിലപ്പോൾ അവർ പെട്ടെന്ന് വന്നിട്ട് ജസ്റ്റ് ഒരു ഹായ് ഹലോ പറഞ്ഞ് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് ഇവിടെ. ഓക്കെ, ഐ നീഡ് ടു ബി അലോൺ റൈറ്റ് നൗ ടു റിഫ്ലക്ട് ഓൺ അവർ ലവ് ആൻഡ് ദ ടോക്സിറ്റി സറൗണ്ടിങ് മീ. ഓക്കെ, അവരുടെ ലൈഫിലാണ് ഈ ഡെവിൾ എനർജി. ഓക്കെ, അവരുടെ ലൈഫിൽ അവരുടെ ചുറ്റും ഈ ഡെവിൾ എനർജി ഉണ്ട് ഒരുപാട്. അത് അവരുടെ ഫാമിലി ആയിരിക്കാം, വേറെ എന്തെങ്കിലും ബന്ധങ്ങളായിരിക്കാം, തേർഡ് പാർട്ടി ആയിരിക്കാം, എന്ത് കാര്യമായാലും ശരി, അവരുടെ തന്നെ ഉള്ളിലുള്ള ഫിയേഴ്സോ പേടികളോ അങ്ങനത്തെ കാര്യങ്ങളോ ആയിരിക്കാം. സോ അങ്ങനത്തെ ഒരു ഡെവിൾ എനർജി ഇവിടെ ഇടയിലുണ്ട്, നിങ്ങളുടെ ഇടയിൽ ടോക്സിക് എനർജി ഇവിടെ ഇടയിലുണ്ട്. സോ അത് അവരിപ്പോൾ തൽക്കാലം മാറി നിൽക്കുമ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ലൈഫിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് മൂവ് അഹെഡ് ഇൻ എ ഹെൽത്തി മാനർ വിത്ത് യു എന്നർത്ഥം, വിതൗട്ട് യു അല്ല. ഓക്കെ, അവരെന്തായാലും ലൈഫിൽ അവർക്ക് കുറച്ച് ഇപ്പോൾ ഹീലിംഗ് കൊണ്ടുവരാനുള്ള സമയമാണ്. ഓക്കെ, അവരുടെ സിറ്റുവേഷൻസ് ചിലത് അവർ മനസ്സിലാക്കി, ചിലത് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റിയെടുക്കേണ്ട ഒരു സമയമാണ്. അവർക്ക് ഹീലിംഗ്, നിങ്ങളുടെ ഇടയിൽ ഒരു ഹീലിംഗ് വരേണ്ട സമയമാണിപ്പോൾ. ഓക്കെ, സോ അതുകൊണ്ടായിരിക്കും പേഴ്സൺ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത് തൽക്കാലം. അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യരുതൊരിക്കലും, അതുണ്ട് അവിടെ. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം പക്ഷെ അവരുടെ ലൈഫ് ഓവർകം ചെയ്യാനും അവരുടെ സിറ്റുവേഷൻസ് ഓവർകം ചെയ്ത് ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ടൈം പീരീഡിൻ്റെ ഡിലേ ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളെ തന്നെ ഹീൽ ചെയ്യുക. നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ അവനവൻ്റെ കാര്യം നോക്കുക. ഓക്കെ, പേഴ്സണിനെ ചേസ് ചെയ്ത് പോകാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അവരങ്ങനെ വിട്ടുപോകുന്നു അല്ലെങ്കിൽ മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പേടി വരുന്നുണ്ട്, എനിക്കിവരെ നഷ്ടപ്പെടുമോ എന്നുള്ളത്. പക്ഷെ അത് ആ ഒരു സ്നേഹത്തിൻ്റെ മേലെ നിങ്ങളൊരു വിശ്വാസം വയ്ക്കുക. ഓക്കെ, യൂണിവേഴ്സിൻ്റെ മേലെ നിങ്ങൾ വിശ്വാസം വയ്ക്കുക. നിങ്ങൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ നമുക്കുള്ളതാണെങ്കിൽ അത് വിട്ടുപോയില്ല എന്നുള്ള ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാം. നിങ്ങളുടെ ഉള്ളിലും എന്തൊക്കെയോ ഹീലാവാനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, രണ്ടുപേരും ഒരു ഹീലിങ്ങിൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ എനിക്ക് കാണുന്നത്. കുറച്ച് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിൽക്കട്ടെ പേഴ്സൺ, നിങ്ങൾ ചേസ് ചെയ്യാൻ പോകണ്ട. ഓക്കെ, എന്തായാലും സ്നേഹം സത്യം തന്നെയാണ് ഇവിടെ. ഓക്കെ, അടുത്ത 48 മണിക്കൂറിൽ നമുക്കൊരു ചെറിയൊരു കോൺടാക്റ്റിങ്ങിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സോ ലെറ്റ്സ് സീ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.